നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസുകളിൽ 10, 75, 80 വർഷമായിട്ട് ഈ ഗ്രൂപ്പുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. പനമ്പള്ളി ഗ്രൂപ്പ്, ആർ ശങ്കർ ഗ്രൂപ്പ്, PT ചാക്കോ ഗ്രൂപ്പ്, CKG ഗ്രൂപ്പ്, അതിനുശേഷം കരുണാകരൻ ഗ്രൂപ്പ്, ആന്റണി ഗ്രൂപ്പ്, പിന്നീട് വയലാർ രവി ഗ്രൂപ്പ്, ഉമ്മൻചാണ്ടി ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തല ഗ്രൂപ്പ്, കാർത്തികേയൻ ഗ്രൂപ്പ്, പിന്നീട് VD സതീശൻ ഗ്രൂപ്പ്, K സുധാകരൻ ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പുകളുടെ ഒരു കോലുകളിയാണ് കോൺഗ്രസിൽ എക്കാലവും. ഇപ്പോഴിതാ ഒരു പുതിയ ഗ്രൂപ്പ് കോൺഗ്രസിൽ രൂപം കൊള്ളുകയാണ്. കോൺഗ്രസ് എസ് എന്നുവെച്ചാൽ നമ്മുടെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ കോൺഗ്രസ് എസ് അല്ല, ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് എസ്, കോൺഗ്രസ് ഷാഫി ഗ്രൂപ്പ്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ പ്രബലമായ ഒരു ഗ്രൂപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഷാഫി കാ ഗ്രൂപ്പ്. ഷാഫി കാ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഷാഫിയുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഷാഫി ഇക്കയുടെ ഗ്രൂപ്പ്, ഇതാണ് ഷാഫി കാ ഗ്രൂപ്പ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് കേരളത്തിലെ കോൺഗ്രസിൽ ഉടലെടുത്ത് കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ ഒരു ക്രൗഡ് പുള്ളറാണ് ഷാഫി പറമ്പിൽ എന്നാണ് പറയപ്പെടുന്നത്. ആ തൻ്റെ ക്രൗഡ് പുള്ളിംഗ് കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ യൂത്ത് കോൺഗ്രസ്സുകാരെയും അല്ലെങ്കിൽ യുവാക്കളെയും മറ്റും സമാഹരിച്ചുകൊണ്ടൊരു പുതിയ ഗ്രൂപ്പിന് ഷാഫി പറമ്പിൽ അടിത്തറയിടുകയാണ്. അതിനുള്ള ശ്രമം നേരത്തെ ഒരു വർഷമായി തുടങ്ങിയിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് തന്നെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി കൊണ്ടുവന്നത് തന്നെ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാനെന്ന കാര്യത്തിലൊരു സംശയമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഗ്രൂപ്പിനെ സജീവമാക്കാനാണ് ഷാഫി ഉദ്ദേശിക്കുന്നത്. കാരണം VD സതീശനായിട്ട് അകന്നു കഴിഞ്ഞു, ഇനി ഒരിക്കലും അടുക്കാത്ത വിധം അവർ അകന്നു കഴിഞ്ഞു. സതീശൻ ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കുടുക്കി എന്നുള്ള ആരോപണങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഇനി തനിക്ക് പാർട്ടിയിൽ നിലനിൽക്കണമെങ്കിൽ ഷാഫി കാ ഗ്രൂപ്പ്, ഷാഫിയുടെ ഗ്രൂപ്പ് ഉണ്ടായാൽ മതിയാവും. ഷാഫിയുടെ ഗ്രൂപ്പിൽ ആളുകളുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാകും എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ ഇനി പുതിയൊരു ഷാഫിയുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ ഗ്രൂപ്പ് എന്നുള്ളൊരു സംവിധാനം, ഒരു ഗ്രൂപ്പ് സംവിധാനം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ ഷാഫിക്ക് നേരത്തെ തന്നെ നല്ല സ്വാധീനമുണ്ട്. തെക്കൻ പ്രദേശങ്ങളിൽ അത്രയ്ക്ക് സ്വാധീനമുണ്ടായിരുന്നില്ല. അതിനുവേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി കൂടെ നിർത്തിയത്. തെക്കൻ പ്രദേശങ്ങളിലെ കുട്ടികളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ സമാഹരിച്ച് തൻ്റെ ഒപ്പം നിർത്തി. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ ഒരു വലിയ നേതാവായി മാറാനുള്ള ഷാഫി പറമ്പിലിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹം ഏതാണ്ട് 2 വർഷം മുമ്പ് തന്നെ ഈ ഒരു ഗ്രൂപ്പിന് ബീജാവാപം ചെയ്തത്. ആ ഒരു ഗ്രൂപ്പിനെ വളർത്തിയെടുക്കുന്ന ജോലിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പെട്ടുപോയി. എന്നാൽ ഇനി ഈ ഗ്രൂപ്പിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇനി ഗ്രൂപ്പില്ലെങ്കിൽ ഷാഫി പെട്ടുപോകും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒതുക്കിയതിനേക്കാൾ ശക്തമായി ഷാഫി പറമ്പിലിനെ VD സതീശനും കൂട്ടരും ഒതുക്കുമെന്ന് ഷാഫിക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹം അതിശക്തമായി തൻ്റെ ഗ്രൂപ്പിനെ മാറ്റിയിരിക്കുകയാണ്. എ ഗ്രൂപ്പിൽ നിന്ന് പിളർന്നു വന്ന കുറേ ആളുകൾ ഷാഫിക്കൊപ്പം ഉണ്ട്. കാരണം എ ഗ്രൂപ്പ് ഇപ്പോൾ 2 കഴിഞ്ഞു. ചാണ്ടി ഉമ്മൻ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, എ ഗ്രൂപ്പ് അവിടെയുണ്ട് ബെന്നി ബെഹനാൻ്റെ ആശീർവാദത്തോടെ. അതിൽ നിന്ന് വിട്ടുപോന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് സംഘടിപ്പിക്കുകയാണ്. ആ ഗ്രൂപ്പിൽ പഴയ എ ഗ്രൂപ്പുകാരുണ്ട്, VD സതീശൻ ഗ്രൂപ്പുകാരുണ്ട്, രമേശ് ചെന്നിത്തലയോടൊപ്പം ചില ആളുകളുണ്ട്. അങ്ങനെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചൊരു ഷാഫിയുടെ ഗ്രൂപ്പ് കോൺഗ്രസിൽ ഷാഫിയുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു അദ്ദേഹം. അതിൻ്റെ വളർച്ചയുടെ ചില ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ഗ്രൂപ്പിനെതിരെ അതിശക്തമായ നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് നടക്കുന്നുണ്ട്. അതൊന്നും ഗൗനിക്കാതെ തന്നെയാണ് ഈ ഷാഫി കാ ഗ്രൂപ്പ്. പ്രത്യേകിച്ച് കൂടുതലും ഈ മുസ്ലിം ചെറുപ്പക്കാർ ആ ഗ്രൂപ്പിലുണ്ടെന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ ആരോപിക്കുന്നത്, ആക്ഷേപിക്കുന്നത്. എന്തായാലും ഷാഫി വലിയൊരു ക്രൗഡ് പുള്ളർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആ ഗ്രൂപ്പിനെ ഉപയോഗിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ വീണ്ടും തൻ്റെ കൈക്കുമ്പിളിൽ കൊണ്ടുവരാനുള്ള, കൈക്കുടന്നയിൽ കൊണ്ടുവരാനുള്ള ഷാഫിയുടെ നീക്കം ഊർജിതമായി നടക്കുകയാണത്രേ. ഏതായാലും ഈ ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഷാഫി കാ ഗ്രൂപ്പ് സജീവമായി മുന്നോട്ട് പോവുകയാണ്.